നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ ഇന്ന് അലിയൻസ് അറീനയിൽ വെച്ച് റയൽ മാഡ്രിഡും ബയേൺ മ്യൂണിക്കും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. രാത്രി ഇന്ത്യൻ സമയം 12:30, അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 ഈ കളി നടക്കുന്നത്. ഒരു തീ പറക്കുന്ന പോരാട്ടമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള രണ്ട് ടീമുകൾ തമ്മിൽ കൊമ്പ് കോർക്കുകയാണ്. ഒരു ടീം അവരുടെ ലീഗിൽ ഏറ്റവും മികച്ച രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ട് ഏതാണ്ട് കിരീടം കയ്യെത്തി പിടിച്ച ഘട്ടത്തിൽ നിൽക്കുമ്പോഴും മറ്റൊരു ടീം, അതായത് ബയേൺ മ്യൂണിക്ക്, ബുണ്ടസ് ലീഗയിൽ വർഷങ്ങളോളം കൈയടക്കി വെച്ചിരുന്ന ആ കിരീടം നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം മ്യൂസിയലിൽ ഒരു കിരീടം അവർ വല്ലാതെ മോഹിക്കുന്നുണ്ട്. പക്ഷേ ആഞ്ചലോട്ടിയും സംഘവും അത് വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല എന്ന തരത്തിൽ തന്നെയാണ് ഇറങ്ങുക. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊന്ന് പരിശോധിക്കുകയാണ്. രണ്ട് ടീമുകളും തമ്മിൽ ഇതുവരെ ഏറ്റുമുട്ടിയതിൻ്റെ കണക്ക് യുവേഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നൽകുന്നുണ്ട്. അതിൽ പറയുന്നത് 12 മത്സരങ്ങൾ റയൽ ബയേണിനെതിരെ വിജയിച്ചപ്പോൾ 11 കളികളാണ് ബയേൺ റയലിന് മേൽ വിജയിച്ചത്. 3 മത്സരങ്ങൾ സമനിലയായി. റയൽ മാഡ്രിഡ് 41 ഗോളുകൾ അടിച്ചപ്പോൾ ബയേൺ തിരികെ റയലിൻ്റെ വലയിലേക്ക് അടിച്ചത് 39 ഗോളുകളാണ്. ഈ ടീമുകൾ തമ്മിൽ വല്ലാതെ ഒന്നും ഹിസ്റ്ററിയിൽ സെപ്പറേറ്റ് ചെയ്യാനില്ല എന്നർത്ഥം. അവസാനമായി കളിച്ച 5 മത്സരങ്ങൾ, അതായത് അവരുടെ ഫോം ഗൈഡ് നോക്കാൻ വേണ്ടി ഒന്ന് പരിശോധിച്ചാൽ അവസാനത്തെ 5 കളികളിൽ 4 വിജയിച്ചിട്ടുണ്ട് ബയേൺ, 1 സമനിലയായെങ്കിൽ റയൽ അവസാന 5 കളികളിൽ ഒന്നും തോറ്റിട്ടില്ല. പക്ഷേ 3 വിജയവും 2 സമനിലയുമാണ് ഫലം. ഏതായാലും ഇരുഭാഗത്തും മികച്ച സൂപ്പർ താരങ്ങൾ പോരടിക്കുമ്പോൾ നല്ലൊരു കളി കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. ആഞ്ചലോട്ടി ബയേണിനെ കുറിച്ച് ഇന്നലെ പറഞ്ഞ വാക്കുകൾ കൂടി നോക്കാം. അദ്ദേഹം പറയുന്നു, ഞങ്ങൾക്ക് ബയേണിനോട് വളരെയധികം ബഹുമാനമുണ്ട്. അവർ ആഴ്സണലിനെതിരെ വളരെ സ്പെക്ടാക്കുലർ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നടത്തിയത്. ഞങ്ങൾ ആ കളികളാണ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലാതെ അവരുടെ ബൂണ്ടസ് ലീഗയിലെ കളികളല്ല. നമ്മൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ചാമ്പ്യൻസ് ലീഗിലെ കളികളും അവരുടെ ചാമ്പ്യൻസ് ലീഗിലെ ഹിസ്റ്ററിയും ഒക്കെ നോക്കുക. ദാറ്റ്സ് എ ബിഗ് ഫാക്ടർ എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. ചുരുക്കത്തിൽ ബൂണ്ടസ് ലീഗയിൽ ബയേൺ മ്യൂണിക്ക് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും, അത് നോക്കേണ്ട കാര്യമില്ല. മറിച്ച് ബയേണിന് ചാമ്പ്യൻസ് ലീഗിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പറയുന്നത്. അതേസമയം തോമസ് ടൂഷൽ കാർലോ ആഞ്ചലോട്ടിയെ കുറിച്ച് പറയുന്ന വാക്കുകളും വളരെ ശ്രദ്ധേയമാണ്. കാർലോ ആഞ്ചലോട്ടി ഈസ് എ ലെജൻഡ്. അദ്ദേഹം വളരെ ഹമ്പിളാണ്, ഒരു എക്സ്ട്രാ ഓർഡിനറി കോച്ചാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ ഏറെ ഉയരത്തിൽ വേണം വാല്യൂ ചെയ്യാൻ. റയൽ മാഡ്രിഡിനെതിരെയാണ് നമ്മൾ കളിക്കുന്നത് എന്നുള്ളൊരു മിത്താണ്. തീർച്ചയായിട്ടും ഒരു മീറ്റിംഗ് ഈ കളിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്ന് ഹോൾഡ് ചെയ്യുകയാണ്. കാരണം എങ്ങനെ അവരെ ഫേസ് ചെയ്യണം എന്നുള്ളതിന് കൃത്യമായ ധാരണയുണ്ടാവണം എന്നാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഇന്നത്തെ കളിയിൽ 2 പരസ്പരം ബഹുമാനിക്കുന്ന കോച്ചുമാർ തമ്മിൽ, 2 പരസ്പരം ബഹുമാനിക്കുന്ന ക്ലബ്ബുകൾ തമ്മിലുള്ളൊരു പോരാട്ടം കൂടിയാണ്. എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. തകർപ്പൻ പോരാട്ടമാണ് ആരാധകർക്ക് മുന്നിലേക്ക് വരുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.